നിങ്ങളോട് എപ്പോഴും ഞാൻ ഡ്രൈവിംഗ് ടിപ്സുകൾ അല്ലെങ്കിൽ ഡ്രൈവിംഗ് അഡ്വൈസുകളാണ് കൂടുതലും വീഡിയോകളിൽ പറയാറുള്ളത്. ഇന്നും അതുപോലൊരു അഡ്വൈസ് തന്നെയാണ്. പക്ഷേ അത് ഡ്രൈവിംഗ് റിലേറ്റഡ് അല്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ ആയിരിക്കുമ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ടിപ്സിനേക്കാൾ ഉപരി വണ്ടിയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറില്ല. അപ്പം അതുപോലുള്ള ഒരു കാര്യമാണ് ഇന്ന്. ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ലോങ് യാത്രയുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തു, ലോങ് യാത്രയ്ക്ക് മുന്നേ നമ്മൾ കുറേ കാര്യങ്ങൾ വണ്ടിയിൽ ശ്രദ്ധിക്കണം, നമ്മൾ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് വണ്ടിയുടെ ടയർ കണ്ടീഷൻ നോക്കണമെന്നുള്ള കാര്യമാണ്. അപ്പം നമുക്ക് ഈ യാത്രയ്ക്ക് മുന്നേ ഇതൊരു 4 സ്റ്റേറ്റ് കവർ ചെയ്തിട്ടുള്ള ഏകദേശം ദക്ഷിണേന്ത്യ കവർ ചെയ്ത് വരുന്ന ഒരു ട്രിപ്പാണ്. ഏകദേശം 2500 കിലോമീറ്ററോളം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് മുന്നേ അപ്പം ഞങ്ങൾ നമ്മുടെ വണ്ടിയിൽ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ബാക്കിലത്തെ ടയർ കുറച്ച് മോശമാണ്. ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്കറിയാം, ടയർ ചേഞ്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തൊക്കെ ചെയ്യും, നമ്മൾ വീൽ ബാലൻസിങ് ചെയ്യും, വീൽ അലൈൻമെൻറ്റ് ചെയ്യും. അപ്പം ഇതൊക്കെ അല്ലെങ്കിൽ എങ്ങനെ, ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ഇന്നൊരു വീഡിയോ ആക്കി നിങ്ങളോട് പറയാമല്ലോ എന്ന് കരുതിയിട്ടാണ് പ്രധാനമായിട്ടും ഞാൻ. നമ്മൾ ഇപ്പം ഒരു ടയറിൻ്റെ ലൈഫിനെ കുറിച്ച് ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മിക്കവാറും ഉള്ളവർ പറയും ഒരു പുതിയ ടയറാണെങ്കിൽ 40,000 തൊട്ട് 50-55,000 കിലോമീറ്റർ വരെ ഒരു പുതിയ ടയർ ഓടും, കുഴപ്പമില്ല എന്നാണ് ഗൂഗിൾ പോലും നമുക്ക് തരുന്ന റിസൾട്ട്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഈ 40,000 കിലോ അല്ല 50,000 കിലോമീറ്റർ എന്നുള്ളതല്ല, ഇതിൻ്റെ ലൈഫുണ്ട്, ഇയർ. ഇപ്പം ചില വണ്ടികളുണ്ടല്ലോ 5 വർഷം ആയാലും ചിലപ്പം 10,000 അല്ലെ 20,000 കിലോമീറ്റർ പോലും ഓടത്തില്ല. അപ്പോൾ നമ്മൾ ചിന്തിച്ചിരിക്കണം, ടയറിൻ്റെ ലൈഫ് ഇത്രയാണല്ലോ ഗൂഗിൾ പോലും പറയുന്നെങ്കിൽ പിന്നെ അപ്പം മാറിയാമല്ലോ. പക്ഷേ അത് ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ കാലപ്പഴക്കം കൂടെ നോക്കണം. കാരണം വർഷം കൂടുന്തോറും ഈ ടയറിന് ഭയങ്കരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലത് ബൾജ് ആവാറുണ്ട്, സൈഡ് അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടി പോകുന്ന പോലൊക്കെ റബ്ബറിന് ഉണ്ടാവുന്ന ഒരു മാറ്റമാണ്. അപ്പം അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പ്രധാനമായിട്ടും അതിൻ്റെ ലൈഫ് തീരുമാനിക്കാൻ. ഇതും കൂടാതെ നമുക്ക് വേറൊരു രീതിയിലൂടെ ഇത് ചെക്ക് ചെയ്യാം. അപ്പം അതാണ് ഞാനിന്ന് പ്രധാനമായിട്ട് നിങ്ങളെ കാണിക്കേണ്ടത്. ഇതാണ് ഈ നമ്മുടെ കാറിൻ്റെ ഈ ബാക്കിലെ 2 ടയറുകളാണ് നമ്മളിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ മാറണം എന്ന് ചെക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ത്രെഡ് നോക്കിയിട്ടാണ്. ഈ ത്രെഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ത്രെഡ് എത്രത്തോളം കൂടുതലുണ്ട് കുറയുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മളിത് മാറണോ വേണ്ടേ. നമുക്കിത് കൈവച്ച് ഇങ്ങനെ ചെക്ക് ചെയ്താൽ ഇത് അറിയാൻ. ഞാൻ ത്രെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു ചെറിയ കട്ട നിങ്ങൾ കണ്ടോ, ഇത് ഇപ്പം നിരപ്പാണ്. ഈ നിരപ്പായെന്ന അർത്ഥം എന്ന് വെച്ചാൽ ഏകദേശം ടയറിൻ്റെ ലൈഫ് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഈ മിക്കവാറും എല്ലാ ടയറിലും നിങ്ങൾക്ക് നോക്കിയാൽ അപ്പം പുതിയതാണെങ്കിൽ നമുക്കിതിങ്ങനെ ഒരു കട്ടയായിട്ട് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത് തന്നെ ഇനി അപ്പുറത്തെ ടയർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതാണെങ്കിൽ ഇതിലും മോശം കണ്ടീഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. കണ്ടോ, ഏകദേശം അതിൻ്റെ ത്രെഡ് കംപ്ലീറ്റ് കഴിഞ്ഞ രീതിയിലാണ്. ഏകദേശം കണ്ടോ, സ്മൂത്തായി. എഡ്ജ് നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നല്ല സ്മൂത്തായി എന്നുള്ളത് കാണാം. അപ്പം ഈ 2 ടയറും ഇപ്പം മാറണം. കാരണം ഒരിക്കലും ഒരു ലോങ് ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ടയർ ഇട്ടിട്ടൊന്നും ഒരിക്കലും യൂസ് ചെയ്യരുത്. ഈ ടയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയത് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ടെക്നോ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണ്. ഇവിടെ പോകാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഗുഡിയറിൻ്റെ ടയറാണ് നമ്മൾ സാധാരണയായി ഇടുന്നത്. അപ്പം ഗുഡിയർ അവൈലബിൾ ആണെന്ന് ഇവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു. പിന്നെ ഒരു 3 ഇടത്തെങ്കിലും നമ്മൾ റേറ്റ് ചോദിച്ചിരുന്നു. അവൾ ഏറ്റവും ഫേവറബിളായ റേറ്റും നമുക്ക് പറഞ്ഞത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഒന്നും ആലോചിച്ചില്ല, നേരെ അങ്ങോട്ട് വിട്ടു. അങ്ങനെ ടയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ വണ്ടി അലൈൻമെന്റ് ലിഫ്റ്റിലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി വെഹിക്കിള് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം ടയർ ചേഞ്ച് ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പുതിയതിടുന്ന 2 എണ്ണം ഫ്രണ്ടിൽ ഇടാമെന്നും ഫ്രണ്ടിൽ കിടക്കുന്ന ടയേഴ്സ് ചേഞ്ച് ചെയ്ത് ബാക്കിലോട്ട് ആക്കാമെന്നാണ് കരുതുന്നത്. പിന്നെ ഈ വീല് അലൈൻമെന്റ് ചെയ്യുന്നതും ഈ ലിഫ്റ്റിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ. അതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അങ്ങനെ നമ്മുടെ ടയേഴ്സ് ഊരി മാറ്റുന്നുണ്ടേ. ബോൾട്ട് റിലീസ് ചെയ്തിട്ടാണ് മാറ്റുന്നത്. അതിന്റെ ക്ലോസപ്പ് ഞാൻ എടുത്തത് എന്താന്ന് വെച്ചാൽ, എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലും ലേഡീസ് ആണ്. അപ്പോൾ ഇത് എന്താണ് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ആ ക്ലോസപ്പ് വീഡിയോ എടുത്തത്.
ദേ അതിനുശേഷം വീൽ ബാലൻസിങ്ങിന് വേണ്ടി ആ മെഷീനിലോട്ട് നമ്മുടെ ടയർ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെന്താണെന്ന് ഞാൻ വിശദമായി പറയാം. വീൽ ബാലൻസിങ് മെഷീൻ എന്നാണ് ഈ മെഷീന്റെ പേര്. നമ്മുടെ വീൽ അതിൽ ഘടിപ്പിച്ച ശേഷം ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. മെഷീന്റെ സെൻസർ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഇംബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം സ്ക്രീനിൽ എത്ര ഗ്രാം വെയിറ്റ് ആഡ് ചെയ്യണമെന്ന് അതിൽ വ്യക്തമായി എഴുതി കാണിക്കും. അങ്ങനെ നമ്മുടെ വീല് റൊട്ടേറ്റ് ചെയ്തപ്പോൾ ദേ നമ്മുടെ വെയിറ്റിന്റെ ബാലൻസ് അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ബാലൻസ് ചെയ്ത് ആഡ് ചെയ്ത മെറ്റൽസ് മാറ്റി പകരം പുതിയത് ആഡ് ചെയ്യണം. അങ്ങനെ അത് ഇളക്കി മാറ്റിയാണ് ഇവിടുത്തെ ടെക്നീഷ്യൻ വൈശാഖ് കേട്ടോ. വൈശാഖാണ് ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതലും എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ വെയിറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ഇവരുടെ കയ്യിൽ 5 ഗ്രാം 10 ഗ്രാം എന്നുള്ള ഓരോ സ്ട്രിപ്പാണ് കയ്യിലുള്ളത്. അത് 50-60 ഗ്രാമിന്റെ വരെ ഒറ്റ സ്ട്രിപ്പായിട്ടും ഉണ്ട്. അപ്പോൾ മെഷീൻ കാണിക്കും ഏത് ഭാഗത്ത് എത്ര ആഡ് ചെയ്യണം, അത് ആക്യുറേറ്റ് ആയിട്ട് എവിടാണ് വരുന്നതെന്നൊക്കെ ഈ റൊട്ടേറ്റിൽ ഇങ്ങനെ കാണിക്കും. അതനുസരിച്ചിട്ട് അവിടെ ഈ വെയിറ്റ് ഒട്ടിച്ചു വെക്കും. സിമ്പിളായി പറഞ്ഞാലേ ഈ വെയിറ്റുകൾ ആഡ് ചെയ്യുന്നതിലൂടെ വീൽ റൊട്ടേഷൻ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആകും. എന്ന് വെച്ചാല് ചെറിയ ഇംബാലൻസ് പോലും അതിൽ കാണില്ല. ഇനി ഈ ഇംബാലൻസ് വന്നാലോ എന്താ സംഭവം എന്ന് വെച്ചാല് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കരമായ വൈബ്രേഷൻ ഉണ്ടാകും, സ്മൂത്തായി ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, ടയർ ലൈഫ് കിട്ടില്ല, സ്റ്റിയറിംഗിന് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, കംഫർട്ടബിളായി റൈഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീൽ ബാലൻസിങ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മുടെ പുതിയ ടയർ ഫിറ്റ് ചെയ്യുകയാണ്. അതിനും ഇപ്പം മെഷീനാണ് യൂസ് ചെയ്യുന്നത്. ഈ മെഷീൻ ഉപയോഗിച്ച് റിമ്മിൽ നിന്നും ടയർ സേഫായി റിമൂവ് ചെയ്യാനും ആഡ് ചെയ്യാനും പെട്ടെന്ന് പറ്റും. ആദ്യം ടയർ ബെഡ് ലൂസൺ ചെയ്യും. പിന്നീട് മെഷീൻ റൊട്ടേറ്റ് ചെയ്ത് ടയർ റിമ്മിൽ നിന്നും പുറത്തെടുക്കും. ശേഷം പുതിയ ടയർ റിമ്മിലേക്ക് ഫിറ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ടയർ റൊട്ടേഷൻ ഡയറക്ഷൻ ശരിയായി നോക്കണം കേട്ടോ. ചില ടയേഴ്സ് ഡയറക്ഷണൽ ടയേഴ്സ് ആയിരിക്കും, അതായത് ഒരു സ്പെസിഫിക് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. മാനുവലായി ടയർ ചേഞ്ച് ചെയ്യുന്നതിനേക്കാട്ടിൽ ഈസിയും സേഫും ഈ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം ദേ കൊണ്ടുവന്ന് ടയർ പ്രഷർ നിറച്ചു. ഏകദേശം 35 ആണ് നോർമൽ ടയർ പ്രഷർ പറയുന്നത്. അവര് 4 ടയറിനും ആ രീതിയിൽ തന്നെയാണ് നിറച്ചത്. ഇത് പുതിയ ടയർ ചേഞ്ച് ചെയ്തതിന്റെയാണ് കേട്ടോ. നേരത്തെ ഞാൻ ബാലൻസിങ് ചെയ്തത് അതിനു മുന്നേ ചേഞ്ച് ആയതിന്റെയാണ് കാണിച്ചത്. അപ്പൊ നിങ്ങൾ കരുതും ആദ്യം ബാലൻസ് ചെയ്തിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഒരിക്കലുമല്ല. ടയർ ചേഞ്ച് ചെയ്ത് പ്രഷർ നിറച്ചതിന് ശേഷമാണ് ബാലൻസിങ്ങിന് കയറ്റിയത്. അങ്ങനെ ടയർ ചേഞ്ച് ചെയ്ത് പ്രഷർ നോക്കി ബാലൻസും ചെയ്തതിന് ശേഷം എല്ലാം തിരികെ പിടിപ്പിച്ചു. ഇനി അടുത്ത കടമ്പ എന്താന്ന് വെച്ചാൽ വീൽ അലൈൻമെന്റ് ആണ്. അങ്ങനെ നമ്മുടെ 4 വീലിലും അലൈൻമെന്റ് സെൻസർ ക്ലാമ്പ് ദേ ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പലർക്കും അലൈൻമെന്റ് എന്നത് സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ആക്കുന്നതിന് മാത്രം ഉള്ളതാണെന്നാണ് കരുതിയിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അലൈൻമെന്റ് ഒരു വാഹനത്തിന്റെ സ്റ്റെബിലിറ്റിയും ടയർ ലൈഫും ഡ്രൈവിംഗ് കംഫർട്ടും സേഫ്റ്റിയും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വീലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അലൈൻമെന്റ് സെൻസേഴ്സ് അല്ലെങ്കിൽ ടാർജറ്റ് എന്നാണ് പറയുന്നത്. ഈ സെൻസേഴ്സും ക്യാമറാസും ചേർന്നാണ് വീൽ ആംഗിൾസ് മെഷർ ചെയ്യുന്നത്. കാറിന്റെ വീല് ഫാക്ടറി സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ശരിയായ ആംഗിളിലാണോ എന്ന് ഈ മെഷീൻ ചെക്ക് ചെയ്യും. ഇനി വീൽ അലൈൻമെന്റിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് നോക്കുന്നത്. 1 ടോ ആംഗിൾ ആണ്, 2 ക്യാമ്പർ ആംഗിൾ, 3 കാസ്റ്റർ ആംഗിൾ. ഇത് 3ഉം കറക്റ്റ് ആക്കിയാൽ അലൈൻമെന്റ് എന്ന പരിപാടി കഴിഞ്ഞു. വിശദമായി പറഞ്ഞാൽ ടോ ആംഗിൾ എന്ന് വെച്ചാൽ വീൽ ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ പോയിന്റിങ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. 2 വീലുകൾ തമ്മിൽ ഫ്രണ്ട് സൈഡ് അടുത്താണെങ്കിൽ ടോ ഇൻ എന്നും പുറത്തേക്ക് തുറന്നാൽ ടോ ഔട്ട് എന്നും പറയും. ഇത് ഇൻകറക്റ്റ് ആണെങ്കിലേ ടയർ അൺഈവനായി വിയറാവും, സ്റ്റിയറിംഗ് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും, മൈലേജ് റിഡക്ഷനും വരാം. ഇതുപോലെ ക്യാമ്പർ ആംഗിൾ എന്താണെന്ന് വെച്ചാല് വീൽ വെർട്ടിക്കലായി സ്ട്രെയിറ്റ് ആണോ
സ്ലൈറ്റ്ലി ടിൽറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഈ ക്യാമ്പർ ആംഗിൾ കറക്റ്റ് ആക്കിയില്ലെങ്കിൽ ഒരു ടയറിന്റെ ഒരു സൈഡ് മാത്രം വേഗത്തിൽ വിയറായി പോവും. ഇനി അടുത്ത കാസ്റ്റർ ആംഗിൾ എന്താണെന്ന് വെച്ചാൽ ഹൈ സ്പീഡിൽ സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യാനും സ്റ്റിയറിംഗ് റിട്ടേൺ സ്മൂത്ത് ആക്കാനും കാസ്റ്റർ ആംഗിൾ കറക്റ്റ് ആണെങ്കിലേ പറ്റൂ. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റിക്ക് നമ്മളെ സഹായിക്കുന്നത് ഈ കാസ്റ്റർ ആംഗിൾ ആണ്. അങ്ങനെ ഇതെല്ലാം ഈ മെഷീനിൽ കറക്റ്റായി എഴുതി കാണിക്കും. അതനുസരിച്ചിട്ട് ചെരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്ത് ആംഗിൾ കറക്റ്റ് ആക്കുകയാണ് വീൽ അലൈൻമെന്റ് കൂടി നമ്മൾ ചെയ്യുന്നത്. ഈ റീഡിങ്സ് എല്ലാം തന്നെ അലൈൻമെന്റ് മെഷീനിലെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലൈവായി കാണിക്കും കേട്ടോ. ഗ്രീൻ കളർ മീൻസ് അലൈൻമെന്റ് കറക്റ്റ് ആണെന്നാണ്. അത് റെഡിലാണെങ്കിലോ വീണ്ടും അഡ്ജസ്റ്റ്മെന്റ് വേണോ എന്നാണ്. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഈ അലൈൻമെന്റും ബാലൻസിങ്ങും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. രണ്ട് കൂട്ടരുടെയും ലൈഫ് കൂടും. ആരുടെയാന്ന് വെച്ചാൽ വെഹിക്കിളിൻ്റെതും പിന്നെ അത് ഓടിക്കുന്ന നമ്മളുടേതും. പിന്നെ എനിക്ക് വീഡിയോയ്ക്ക് പെർമിഷൻ തന്നത് ഈ കോൺസെപ്റ്റിലെ ഈ ഷാൻ എന്ന് പറഞ്ഞ പയ്യനാ കേട്ടോ. ഇവരുടെ സർവീസും സപ്പോർട്ടും ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. അങ്ങനെ പുതിയ ടയറും അലൈൻമെന്റും ബാലൻസിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ വണ്ടി നല്ല സ്മൂത്തായി. ഇനി ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ലോങ് ഡ്രൈവ് ഉണ്ട്. ഏകദേശം 2500 കിലോമീറ്റർ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ ആയി നമുക്ക് കാണാം കേട്ടോ.